നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. മുത്തശ്ശന്റെ മനസ്സിലെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു. എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഞാൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ തന്നെയാ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നത്. ഗോപിയയ്ക്കും അഞ്ജതയ്ക്കുമൊപ്പം ജാനകി മാഡത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമാകാൻ, ആ വീട്ടിലെ മരുമകളാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാഡത്തെയും വീട്ടുകാരെയും നമുക്കറിയാവുന്നതല്ലേ. എത്ര നല്ല ഹൃദയങ്ങൾക്ക് ഉടമകളാണ് മാഡവും മുത്തശ്ശിയും ആ വീട്ടിലുള്ളവരും. നമ്മുടെ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് നമുക്കത് ബോധ്യപ്പെട്ടതല്ലേ. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. എനിക്കായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ടാ പൂജാമുറി പോയി ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്കൊരു വഴി കാട്ടണമെന്ന് ഞാൻ ദേവിയോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദേവി കാണിച്ചെന്ന വഴിയായത്. ഇത് തന്നെയാ ശരിയായ മാർഗം. ഈ വിവാഹം നടക്കേണ്ടത് തന്നെയാ. മാഡത്തിനിപ്പോ സമാധാനായില്ലേ? സന്തോഷായില്ലേ? മോളെ, മോളെ, അമ്മേ, മോളെ, നിന്നെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ടല്ല, മകളായിട്ട് സ്വീകരിക്കുന്നത്. ഞാനായിട്ട് നിങ്ങളെയൊക്കെ ഒത്തിരി വിഷമിപ്പിച്ചു. അതിനെല്ലാം മാപ്പ്. അതൊക്കെ മറന്നേക്ക്. ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ദേവികയുടെ ജീവിതത്തെക്കുറിച്ച് ആരെന്ത് തീരുമാനം എടുത്താലും അതിനേക്കാൾ പ്രാധാന്യം ദേവികയുടെ തീരുമാനമാണ്. ദേവിക ഇപ്പോ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.